വേനൽ കടുത്തതോടെ വളാഞ്ചേരി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കിണറുകളും ജലാശയങ്ങളും വറ്റിവരണ്ടു. എന്നാൽ ഇതേ നഗരസഭയിലെ കാവുംപുറം ജുമാ മസ്ജിദിന് എതിർവശത്തുള്ള കാഴ്ച ഇതാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പാണ് ഇവിടെ പൊട്ടിയൊലിക്കുന്നത്. ദിവസങ്ങളോ ആഴ്ചകളോ അല്ല, കഴിഞ്ഞ 6 മാസമായി ഈ ശുദ്ധജലം ഇങ്ങനെ നിരത്തിലൂടെ ഒഴുക്കിക്കളയുകയാണ്. പൈപ്പ് പൊട്ടി വെള്ളം നിരന്തരം ഒഴുകുന്നതിനാൽ സമീപത്തെ റോഡും തകർച്ചാ ഭീഷണിയിലാണ്. നഗരസഭയുടെയും വാട്ടർ അതോറിറ്റിയുടെയും കടുത്ത അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. പൈപ്പ് പൊട്ടിയ വിവരം പലതവണ നഗരസഭാ അധികൃതരെയും വാട്ടർ അതോറിറ്റിയെയും അറിയിച്ചെങ്കിലും പരസ്പരം പഴിചാരി ഒഴിഞ്ഞുമാറുകയാണ് ഇവരെന്നാണ് നാട്ടുകാരുടെ പരാതി. ഒരു വശത്ത് കുടിവെള്ളത്തിനായി പണം മുടക്കി ജനങ്ങൾ വലയുമ്പോൾ മറുവശത്ത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ശുദ്ധീകരിച്ചെടുക്കുന്ന ജലം ഇങ്ങനെ തെരുവിൽ പാഴാക്കുന്നു. എത്രയും വേഗം പൈപ്പിലെ ലീക്ക് പരിഹരിച്ച് ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. Even if